ഹല്ലേലൂയ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കട്ടെ. കുറച്ച് മുഖങ്ങളൊക്കെ പരിചയമുള്ളതുകൊണ്ട് ഈ നല്ല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സമയം വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നിമിഷം കൂടി നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവവചനത്തിൻ്റെ കേൾവിക്കായിട്ട് നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കാം. കാരണം പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങി വിരിക്കുന്ന അനേകരുണ്ട്. നല്ല നിലത്ത് വീണ വിത്തുകളാണ് 100 മേനി ഫലം പുറപ്പെടുവിച്ചതെന്ന് ദൈവവചനത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന ഓരോ വചനങ്ങളും നമ്മുടെ ജീവിതത്തിൽ 100 മേനി ഫലം പുറപ്പെടുവിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിൻ്റെ മീതെ പരിവർത്തിക്കുവാനായിട്ട് വ്യക്തികൾക്കല്ല പ്രാധാന്യമുള്ളത്. സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത വചനം അത് ദൈവം ഈ നാളുകളിൽ അധികമായി വെളിപ്പെടുത്തി തരുന്നു. കാരണം കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലോക സംഭവങ്ങളും പ്രാദേശിക സംഭവങ്ങളൊക്കെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്ത് എന്ന് വിളിച്ചോതുമ്പോൾ അവൻ്റെ വരവിനായി കാത്തിരിക്കുന്ന അവൻ്റെ മണവാട്ടി ഒരുങ്ങുവാനായിട്ട് നമ്മെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. ദൈവജനം വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. സ്വർഗ്ഗപിതാവേ, ഞങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് പകരുന്ന എല്ലാ ദൈവകൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ഈ രാവിലെ സമയം ഞങ്ങളുടെ ഹൃദയങ്ങളെ ചിന്തകളെ അറിയുന്നൊരു കർത്താവുണ്ടല്ലോ. അങ്ങയുടെ സന്നിധിയിൽ സകലവും നഗ്നവും മലർന്നവുമാണല്ലോ കർത്താവേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ചിന്തകളൊക്കെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവെഴുത്തുകൾ തിരിച്ചറിയുവാൻ ശിഷ്യന്മാരുടെ ബുദ്ധി തുറന്ന കർത്താവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ബുദ്ധിമണ്ഡലങ്ങളെ അങ്ങ് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിന് ഹൃദയത്തിൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാകിയ ഞങ്ങളുടെ സകല ആകുലങ്ങളും ഉത്കണ്ഠകളും ഭാരങ്ങളും നാളെക്കുറിച്ചുള്ള ആശകളൊക്കെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരികയാണ്. അങ്ങയുടെ വലിയ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണം കർത്താവ്. എല്ലാ ഭാരങ്ങൾ മാറട്ടെ, ആകുലങ്ങൾ മാറട്ടെ, ഭീതികൾ മാറട്ടെ, ഉത്കണ്ഠകൾ മാറട്ടെ. സമാധാനത്തിൻ്റെ പ്രഭുവായ കർത്താവേ, നിങ്ങളുടെ വാഗ്ദത്ത വചനമാണ്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്ന പോലെയല്ല. സകല ബുദ്ധിക ദൈവിക സമാധാനം ക്രിസ്തുയേശുവിൽ ഹൃദയങ്ങളിൽ നിലവിളയും കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഥാസ്ഥാനപ്പെടേണ്ട മേഖലകൾ യഥാസ്ഥാനപ്പെടുവാൻ, മനസ്സ് പുതുക്കേണ്ട മേഖലകൾ മനസ്സ് പുതുക്കുവാൻ, കർത്താവെ കൊടുത്ത് തീർക്കേണ്ട നിരപ്പാകേണ്ട മേഖലകൾ നിരപ്പാകുവാൻ, കർത്താവ് ഞങ്ങൾ കേൾക്കുന്ന വചനം ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ വചനത്തിൻ്റെ മീതെ പരിവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ വിനിയോഗിക്കാൻ തക്ക വേണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങളിൽ എല്ലാവരെയും സമർപ്പിക്കുന്ന കർത്താവേ, യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എത്ര പേർക്ക് അതിൻ്റെ ഉറപ്പുണ്ട്? കർത്താവ് വരുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഹല്ലേലൂയ. ഉറപ്പായിട്ടും വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആകാശവും ഭൂമിയും മാറിപ്പോയാലും വചനത്തിന് മാറ്റം വരത്തില്ല. ഇതുവരെ സംഭവിച്ചതെല്ലാം ദൈവത്തിൻ്റെ വചനപ്രകാരമാണെങ്കിൽ, എഴുതപ്പെട്ട വചനത്തിൻ്റെ വള്ളി പുള്ളി മാറ്റം വരാതെ ഓരോന്നും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി സംഭവിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് കർത്താവിൻ്റെ മടങ്ങി വരവാണ്. കർത്താവ് വരുന്നത് തന്നെ കാത്തിരിക്കുന്ന, തനിക്കായി കാത്തിരിക്കുന്ന തൻ്റെ മണവാട്ടിയെ ചേർപ്പാനായിട്ട് കർത്താവ് വേഗത്തിൽ വരും എന്ന് ദൈവവചനം ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കൂടിവരകളൊക്കെ നമ്മളെ ക്രിസ്തുവിൽ തികവിലേക്ക് നമ്മൾ ഒരു പടി കൂടി കർത്താവിനോട് അടുപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൂടി വരുന്നത്, അല്ലേ? നമ്മൾ എന്തിനാണ് കൂടി വരുന്നത്? നമ്മുടെ കൂടിവരവുകൾ എന്തിനു വേണ്ടിയാണ്? നമ്മൾ പാട്ടുണ്ട്, ആരാധനയുണ്ട്, അല്ലേ? സ്തോത്ര കാഴ്ചയുണ്ട്, അപ്പം നുറുക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കൂടിവരവുകളിൽ നമ്മൾ ഒരു പടി കൂടി കർത്താവിനോട് അടുക്കണം. അതാ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, അല്ലേ? നമ്മൾ കർത്താവ് പറഞ്ഞല്ലോ, എന്നോട് അടുത്തു വരിക, ഞാനും നിന്നോട് അടുത്തു വരാം. ഇങ്ങനെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ പറ്റുക നമുക്ക്? ഇന്ന് കർത്താവാണെങ്കിൽ നമ്മുടെ കൂടെയുണ്ടോ? കർത്താവുണ്ടോ? കർത്താവുണ്ടോ? നമ്മുടെ കൂടെയുണ്ടോ? എന്തൊരു ഉറപ്പില്ലാതെ. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, അല്ലേ? കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് മാറാത്തവനുമാണ്. കർത്താവ് പറഞ്ഞ്, കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നോക്കുന്നത് നമ്മുടെ ഹൃദയം വെച്ചുകൊണ്ടാണ്, നമ്മുടെ മനസ്സ് വെച്ചുകൊണ്ടാണ് നോക്കുന്നത്. പലപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ പാപം ചെയ്ത് കഴിയുമ്പോൾ, കർത്താവ് നീ എന്നെ കൈവിട്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ
പതുക്കെ പതുക്കെ കൈവിട്ട് പോകുമെങ്കിലും നമ്മൾ കർത്താവുമായിട്ട് നിരപ്പിലായി സമാധാനത്തിലായി മുന്നോട്ട് പോകുമ്പോൾ ആ ദൈവ സാന്നിധ്യം എല്ലായ്പ്പോഴും അനുഭവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഇങ്ങനെയാണ് കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോഴാണ് കർത്താവ് നമ്മൾക്ക് ചെയ്യുന്നത്. അവൻ തൻ്റെ മനസ്സ് നമുക്ക് ഒഴിച്ചു തരും. കർത്താവ് നമ്മളോട് ഹൃദ്യമായിട്ട് സംസാരിക്കും, നമ്മളെ ഒരുക്കും, നമ്മളെ കുറവുകളെ നമുക്ക് വെളിപ്പെടുത്തി തരും. നമ്മൾ എവിടെ യഥാസ്ഥാനപ്പെടേണ്ടത് എന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. അവിടെ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ ആ സമർപ്പണം നമ്മളെ ക്രിസ്തുവിൽ വളർത്താനായിട്ട് ഇടയായിത്തീരും. ഇപ്പോൾ ഒരു കുഞ്ഞു വന്നിട്ടൊരു വചനം പറഞ്ഞിട്ട് പോയി നിങ്ങൾ കേട്ടായിരുന്നു. ഏത് വചനം പറഞ്ഞ ആർക്കെങ്കിലും പറയാവോ? ലൂക്കോസ് 2:40 എന്ന് പറഞ്ഞാൽ ലൂക്കോസ് 2:40 എന്തോ പറഞ്ഞത്? കൊച്ചു പറഞ്ഞു വരുമ്പോൾ ടൈം അടിച്ചിട്ട് പോയി. ഹല്ലേലൂയ. നമ്മളത് പിടിച്ചെടുക്കണം ഓരോ വചനങ്ങളും. ഹല്ലേലൂയ. വചനം നമ്മൾ ഒത്തിരി വായിക്കുന്ന എന്നാ കുഞ്ഞു പറഞ്ഞു, എന്താ പറഞ്ഞത്? പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയിൽ മുതിർന്നു, ദൈവത്തിന് മനുഷ്യ പ്രസാദമുള്ളവനായി തീർന്നു. അതിന്റെ 52 അതാ പറയുന്നത്. ഇത് പൈതൽ വളർന്നുകൊണ്ട് യേശുവിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ നമ്മളുടെ ജീവിതത്തിലും അത് പ്രാവർത്തികമാകേണ്ട കാര്യമാണ്. നമ്മൾ ഇന്നും ശിശുക്കളെ പോലെ ഇരിക്കാനാ ആഗ്രഹിക്കുന്ന അല്ല. കർത്താവ് നമ്മൾ ആ ഒരു പക്വതയിലേക്ക് വളർന്നു വരാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് കുറച്ച് സമയം ചിന്തിക്കാനായിട്ട് തിമോത്തിയോസ് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായം 16-ാം വാക്യം. തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതൊരു വ്യക്തിയെ ഒരുക്കുവാനായിട്ട് പ്രയോജനമുള്ളതാണ്. ഒരു വചനം പോലും നമ്മൾ മാറ്റിവെക്കേണ്ടതില്ല. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ തിരുവെഴുത്തും, അങ്ങനെയല്ല തുടങ്ങുന്നത്, എല്ലാ തിരുവെഴുത്തും പ്രയോജനമുള്ളതാണ്. ആർക്ക് പ്രയോജനമുള്ളത്? എല്ലാവർക്കും പ്രയോജനമുണ്ടോ? ഇല്ല. ആർക്കാ പ്രയോജനമുള്ളത്? ദൈവത്തിന്റെ മനുഷ്യനാണ്. എല്ലാവരും അത് ഏറ്റെടുക്കുന്നില്ലല്ലോ, അല്ലെ? എല്ലാവരും അതിനെ ഏറ്റെടുക്കുന്നില്ല. ഒരു വ്യക്തിക്ക് എനിക്ക് ആ കർത്താവ് അങ്ങ് ആഗ്രഹിക്കുന്ന അളവിലേക്ക് എനിക്ക് വളർന്നു വരണം, അങ്ങ് ആഗ്രഹിക്കുന്ന തലത്തിലുള്ള പൂർണ്ണതയിലേക്ക് എനിക്ക് വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഈ തിരുവെഴുത്തുകൾ കൊണ്ട് പ്രയോജനമുള്ളൂ. പലപ്പോഴും ഇവിടെയുണ്ടെന്ന് അറിയത്തില്ല, പല സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, എന്നെ സന്തോഷിപ്പിച്ച് എന്നെ രസിപ്പിച്ചൊരു വചനം ഞാൻ പറഞ്ഞിട്ട് പോയിക്കൊള്ളാം. അങ്ങനെ നമ്മളെ രസിപ്പിക്കുന്ന വചനങ്ങൾ മാത്രമല്ല, നമ്മളെ കുത്തുന്ന, അല്ലെ? എബ്രായ ലേഖനത്തിൽ എന്താ പറയുന്നത്? ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്, അത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്, അത് ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാകുന്നു. എന്നിട്ട് പിന്നെന്താ പറയുന്നേ? അവന്റെ കണ്ണിന് മുമ്പിൽ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല, സകലവും അവന്റെ കണ്ണിന് മുമ്പിൽ നഗ്നവും മലർന്നതുമാണ്. ഈ കാര്യം ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദൈവ ഭയം ഉണ്ടാവും. ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാം നഗ്നവും മലർന്നുമാണ്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ എൻ്റെ ജീവിതം വെളിപ്പെട്ടു വരുന്ന ഒരു ദിവസമുണ്ട്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത പ്രവൃത്തികൾ നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കുവാനായിട്ട് ഓരോരുത്തൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടതാണ്. നിന്റെ കാര്യവിചാരകത്തിന്റെ കണക്കേൽപ്പിച്ചു തരാൻ പറയുന്ന ഒരു ദിവസമുണ്ട്, അല്ലേ? അന്ന് പ്രാഗൽഭ്യത്തോടെ നിൽക്കണമെങ്കിൽ ഇന്ന് ഞാൻ എന്ത് ചെയ്യണം? ദൈവവചനത്തെ ധ്യാനിക്കണം. ഞാൻ രാപ്പകൽ ധ്യാനിക്കണം. വചനം എൻ്റെ ഹൃദയത്തിൽ വസിക്കണം. വചനത്തിന്റെ അനുസരണത്തിൽ കൂടി ഞാൻ എൻ്റെ ജീവിതത്തെ എന്ത് ചെയ്യണം? ക്രമപ്പെടുത്തണം. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറയുന്നത് വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന്. വ്യസനത്തിലുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് എങ്ങനെ നോക്കുക? എങ്ങനെ നോക്കും? വചനപ്രകാരം. കാരണം എൻ്റെ മനസ്സ് വ്യസനിച്ചായിരിക്കുന്നത്. വ്യസനിച്ച എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ കുഴപ്പം കാണുമോ? മനസ്സിലായില്ല. എൻ്റെ മനസ്സുകൊണ്ടല്ല ഞാൻ എൻ്റെ അകത്തെ പരിശോധന ചെയ്യേണ്ടത്. അത് സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത വചനത്തെ കൊണ്ടാണ്. അപ്പോഴാണ് വചനം നമ്മളോട് പറയുന്നത്, ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന വ്യസനം നിന്റെ ഉള്ളിലുണ്ട്, ഇന്ന ദുഃഖം, ഇന്ന ഭാരം, ഇന്ന ഭയം, ഇന്ന നിരാശ, ഇന്ന കയ്പ്, ഇന്ന പക, വെറുപ്പ്, ഇതൊക്കെ നിന്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. അത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. എന്ത് ചെയ്യണം? അതിനെ ഒരു സന്തോഷമില്ലല്ലോ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. വചനം നമ്മളെന്ത് ചെയ്യും? നമ്മളെ ജീവിതത്തെ ക്രമപ്പെടുത്തും, ദൈവ തേജസ്സിലേക്ക് നമ്മളെ ഒരുക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഓർമ്മപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ തിരുവെഴുത്തും എന്ന് പറഞ്ഞാൽ ഓരോ തിരുവചനത്തിലും ദൈവത്തിന്റെ ജീവനും ചൈതന്യവും നിറഞ്ഞിരിപ്പുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മളിൽ നഷ്ടപ്പെട്ടു പോയ ദൈവ തേജസ്സിനെ തിരികെ നൽകുന്നത് ഓരോരോ വചനത്തിന്റെ അനുസരണമാണ്. അല്ലെ? ഹല്ലേലൂയ. കർത്താവ് വരുന്ന ആരെ ചേർപ്പാനാ വരുന്നേ? വിശുദ്ധന്മാരെ, പിന്നെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ, ജയാളികളെ, മണവാട്ടിയെ, പിന്നെ പറഞ്ഞോ, നിങ്ങൾ പറയേ. ഹല്ലേലൂയ. പുത്രന്റെ തനി സ്വരൂപത്തോട് അനുരൂപരായവരെ. ഹല്ലേലൂയ. എല്ലാവരും ചേർക്കാനല്ല വരുന്ന കർത്താവ്. പുത്രന്റെ തനി സ്വരൂപത്തോട് ഇത് മറന്നു പോകരുത്. നമ്മുടെ ഉള്ളിൽ ഇത് ഉണ്ടാകണം. ഞാൻ 1 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. 1 വർഷം കഴിഞ്ഞ് വന്നിട്ട് അന്ന് ഞാൻ ഇതേ കാര്യമാണ് പറഞ്ഞത്. കാരണം അതാണ് നമ്മൾ ഒരുക്കുന്നത്. വചനം നമ്മളെ പുത്രനെ പോലെ, യേശുവിനെ പോലെ നമ്മൾ എന്ത് ചെയ്യും? ഒരുക്കിയെടുക്കും. ഹല്ലേലൂയ. പുത്രന്റെ സ്വരൂപത്തോട് നമ്മളെ അനുരൂപമാക്കും. അതുകൊണ്ട് തിമോത്തിയോസ് ലേഖനം എഴുതുമ്പോൾ പറയാണ്. കാരണം ഈ ലേഖനം നമ്മൾ അതിന്റെ 3-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ എങ്ങനെ കാണാൻ പറ്റും? അന്ത്യകാലത്ത് ദുർഘട സമയം വരുമെന്ന് അറിഞ്ഞുകൊള്ളുക. കാരണം നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടം അന്ത്യകാലഘട്ടമാണോ? എന്നാ അന്ത്യകാലഘട്ടം ആരംഭിച്ചത്? അന്ത്യകാലഘട്ടം ആരംഭിച്ചത് യേശുവിന്റെ ജനനത്തിൽ തന്നെ അന്ത്യകാലഘട്ടമാണ്. അല്ലെ? എബ്രായ ലേഖനം തുടങ്ങുമ്പോൾ എന്താ പറയുന്നത്? ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് ലേഖനം എഴുതുമ്പോൾ പറയാം. പക്ഷേ ഈ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ അവസാന നാഴികയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അല്ലെ? യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ എന്ന് പറയുന്നത്, കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. അല്ലെ? അനേകം എതിർക്രിസ്തുക്കളും എഴുന്നേറ്റിരിക്കുന്നു എന്ന വചനം പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ വചനത്തിന്റെ ആ ഒരു അനുസരണത്തിലേക്ക് അല്ലെങ്കിൽ തികവിലേക്ക് ഒരു വ്യക്തിയെ ഒരുക്കുവാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ലേഖനം തുടങ്ങുമ്പോൾ ഇങ്ങനെ പറയുന്നത്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. അതിന് പറയാ, മനുഷ്യർ സ്വസ്നേഹികളും, കേട്ടോ, സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദേശികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. മനസ്സിലായോ? ഇതിലിപ്പോ ഏതാ ഇല്ലാത്തത്? ഈ കാലഘട്ടത്തില് ഏതില്ലാത്തത്? എല്ലാം ഉണ്ട്. ഇതിൻ്റെയൊക്കെ പല സാധനങ്ങളും നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും മറഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ ദൈവവചനത്തിന്റെ കേൾവി എന്ത് ചെയ്യാണ്? ഈ മറഞ്ഞു കിടക്കുന്ന പ്രമാണങ്ങൾ എൻ്റെ ഉള്ളിൽ നിന്ന് നീക്കിക്കളയുവാനായിട്ട്. അപ്പോൾ അതൊരു വ്യക്തി ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരെയും ഒന്നും കർത്താവ് എന്ത് ചെയ്യത്തില്ല, സഹായിക്കത്തില്ല. ആഗ്രഹിക്കുന്ന ആത്മാക്കളെയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? തൃപ്തിപ്പെടുത്തുന്നത്. എൻ്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ദൈവത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമ്മളെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. അല്ലേ? യൂദായ്ക്ക് എന്തിന്റെ കുറവുകൊണ്ടാണ് യൂദാ നഷ്ടപ്പെട്ടു പോയേ? യൂദായെ അറിയോ? അറിയില്ല. യൂദാ യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനാണ്. അല്ലേ? അത്ഭുതം ചെയ്തു, അടയാളങ്ങൾ ചെയ്തു. കർത്താവ്, ഞങ്ങൾ നിന്റെ നാമത്തിൽ എന്ത് ചെയ്തു? ഭൂതങ്ങളെ പുറത്താക്കി, ഞങ്ങൾ അത്ഭുതം ചെയ്തു, ഒക്കെ ചെയ്തു. അല്ലേ? യേശു കർത്താവ് 12 ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ 12 പേരെന്ത് ചെയ്യും? ഇസ്രായേൽ 12 ഗോത്രങ്ങളെയും നിങ്ങൾ എന്ത് ചെയ്യും? ന്യായം വിധിക്കും. വലിയ വാഗ്ദത്തങ്ങളൊക്കെ ദൈവം കൊടുത്തതാ. പിന്നെ എന്തുകൊണ്ടാണ് യൂദാ നഷ്ടപ്പെട്ടു പോയത്? യൂദാ നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, യഥാസ്ഥാനപ്പെടുവാനും മനസ്സ് പുതുക്കുവാനും തെറ്റിനെ തിരുത്തുവാനുമുള്ള അവസരങ്ങൾ കർത്താവ് വളരെ വളരെ കൊടുത്തിട്ടും അവിടെ ഒന്നും മനസ്സിനെ പുതുക്കാതെ തൻ്റെ ഹൃദയത്തിലെ നിരൂപണങ്ങളിൽ അവൻ ഉറച്ചു നിന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? അവൻ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇന്ന് നമ്മൾ എന്തിനാ ഇതൊക്കെ വായിക്കുന്നത്? വചനം പറയാണ്, എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, അത് നമുക്ക് ദൃഷ്ടാന്തമായി, ഏത് പഴയ പല ചരിത്ര സംഭവങ്ങളും നമുക്ക് ദൃഷ്ടാന്തമായി അന്ത്യകാലത്തെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിന് എഴുതിയിരിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ പല കഥാപാത്രങ്ങളും നഷ്ടപ്പെട്ടു പോയത് ദൈവത്തോട് ചേർന്ന് നടന്നല്ലേ? ഹാനോക്ക് എന്ത് ചെയ്തു? ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നു. ദൈവം അവൻ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അല്ലേ? കർത്താവിനോട് ചേർന്ന് നടന്നൊരു കൂട്ടരുണ്ട്, കർത്താവിൽ നിന്ന് അകന്ന് നടന്നൊരു കൂട്ടരുണ്ട്. അല്ലേ? കയീനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത്? യൂദാ ലേഖനം എഴുതുമ്പോൾ, കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി. കേട്ടോ,
അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ഒരു കൂട്ടർ ദൈവത്തോട് ചേർന്ന് നടന്നു. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന കൂട്ടത്തെയാണ് ഇന്ന് എന്ത് പറയുന്നത്? സഭ. വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. സഭ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പോസ്തല പ്രവൃത്തിയിൽ പറയാണ്, ദൈവം ജാതികളുടെ ഇടയിൽ നിന്നും തനിക്കായി ഒരു കൂട്ടത്തെ വിളിച്ച് വേർതിരിച്ചു. നമ്മളെല്ലാവരും ജാതികളല്ലായിരുന്നു? അല്ല, നമ്മളെല്ലാവരും ജാതികളായിരുന്നു. ചില നമ്മളായിരിക്കുന്ന അതിലൊക്കെ വലിയ ഊറ്റം കൊള്ളുന്നുണ്ടായിരിക്കും. ദൈവത്തിൽ നോക്കുമ്പോൾ എല്ലാവരും ജാതികളാണ്, അല്ലേ? എല്ലാവരും ജാതികളായിരുന്നു. അതിൽ നിന്ന് ഒരു കൂട്ടത്തെ ദൈവം വിളിച്ച് വേർതിരിച്ച് അബ്രഹാമിൽ കൂടി ദൈവം ഒരു ജനതയെ വാർത്തെടുത്തു. അതാണ് ഇസ്രായേൽ. അപ്പോൾ ദൈവത്തിന്റെ കണ്ണിൽ രണ്ട് കൂട്ടരുള്ളത്, ഒന്ന് ഇസ്രായേലും പിന്നെ ജാതികൾ. നമ്മളെല്ലാവരും ജാതികളായിരുന്നു, അല്ലേ? ആ ജാതികളായിരുന്നു നമ്മളെ ദൈവം ചെയ്തു അതിൽ നിന്നൊക്കെ വിളിച്ചു വേർതിരിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ച് നമ്മൾക്ക് നിത്യതയുടെ വെളിച്ചം ദൈവം നമുക്ക് നൽകി, അല്ലേ? ഒരു യോഗ്യതയും ഇല്ലാതിരുന്നു. നമ്മൾ അന്യരായിരുന്നു, പരദേശികളായിരുന്നു, ദൈവത്തിൽ നിന്ന് അകന്നുപോയവരായിരുന്നു, ശത്രുക്കളായിരുന്നു. ദൈവമായിട്ട് ഒരു ബന്ധവുമില്ലാതിരുന്ന നമ്മളെ വിശ്വാസത്താൽ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവം എന്ത് ചെയ്തു? നമ്മുടെ പാപത്തിന്റെ കറകളെല്ലാം കഴുകി കളഞ്ഞു. നമ്മളെ ദൈവമായിട്ട് നിരപ്പിച്ചു, സമാധാനത്തിലാക്കി. അവനെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാന്നൊക്കെ വേണം പുത്രത്വത്തിന്റെ ആത്മാവിന് ദൈവം നമ്മളിലേക്ക് പകർന്നു. അല്ലല്ലേ? ഒരു യോഗ്യതയില്ലായിരുന്നു. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം? ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഓടിച്ചെല്ലാം, തത്സമയം ഓടിച്ചെല്ലാം. എൻ്റെ ജീവിതത്തിൽ ഒരു ബലഹീനതകൾ വരുമ്പോൾ, ഒരു കുറവ് വരുമ്പോൾ, ഭയം വരുമ്പോൾ, ഭീതി വരുമ്പോൾ, ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലാം. എന്താ കാരണം? ആ കർത്താവ് നമ്മളെ കരുതി നമുക്ക് വേണ്ടി വഴികളും വാതിലുകളും ഒക്കെ തുറക്കുന്ന ദൈവം, അല്ലേ? അപ്പോൾ ഈ ഒരു അനുഭവത്തിലേക്ക്, ഈ ദൈവഹിതത്തിലേക്ക്, ആ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു കൂട്ടമായിട്ട് നമ്മൾ ഒരുക്കുവാനായിട്ട് ഇന്ന് നമ്മളെ സഹായിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്ന എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച്. അടുത്ത കാര്യം അതാണ്. എന്താണ്? ഒന്ന് എടുത്തേ എല്ലാവരും അതൊന്ന്. ഇവിടെ പറയാണ് സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച്. അപ്പോൾ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് തന്നെ സൽപ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? നേരത്തെ സിസ്റ്റർ കൊടുക്കുന്നതിനോടുള്ള ബന്ധത്തിൽ അത് പറയണ്ടായിരുന്നു, അല്ലേ? നമ്മുടെ ചുറ്റിലും പലരുണ്ട്, ആവശ്യക്കാരുണ്ട്, അവരൊന്നും നമ്മൾ മറന്നു കളയരുത് എന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മളെ ക്രിസ്തുവിൽ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എന്തിനാ? നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയാണ്, സൽപ്രവൃത്തികൾക്കായി ക്രിസ്തുയേശുവിൽ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. കണ്ടോ? സൽപ്രവൃത്തികൾക്കായിട്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു. സൽപ്രവൃത്തികളെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മൾ ജാതികളിൽ നമ്മളെ വിളിച്ചു വേർതിരിച്ചു, ദൈവസഭയാക്കി, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനുള്ള വലിയ പദവി നമുക്ക് തന്നു. അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്നു. ഓരോ സാഹചര്യങ്ങളുടെ നടുവിൽ നമ്മളെ വഴി നടത്തുവാൻ ദൈവം തന്റെ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ തന്നു, അല്ലേ? നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനായിട്ട്, അല്ലെ? തത്സമയം ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഓടിച്ചെല്ലാനായിട്ട് നമുക്കൊരു ജീവനുള്ള പുതിയ വഴി നമുക്കായിട്ട് ഒരുക്കി തന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് കർത്താവ് നൽകി തന്നെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് ഓരോ ദിവസം എന്ത് ചെയ്യണം? ആ ദൈവഹിതത്തിലേക്ക് നമ്മൾ വളർന്നു വരണം. മനസ്സിലാവുന്നുണ്ടോ? അത് നമ്മുടെ ഹൃദയത്തിൽ ആ വലിയൊരു ആഗ്രഹം ഉണ്ടാകും. അതിനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്. കേട്ടോ? ഈ തികഞ്ഞവനാകുവാൻ വേണ്ടി ദൈവത്തിന് എങ്ങനെ നമ്മളെ സഹായിക്കുന്നത്? ഇവിടെ പറയാണ്, തികഞ്ഞവനാകേണ്ടതിന് ഉപദേശിക്കും. ദൈവവചനം നമ്മൾ ഉപദേശിക്കും. ഇന്ന് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ് ഉപദേശം. നമ്മുടെ കൂട്ടായ്മയിലും ഒരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉപദേശം ആളുകൾക്ക് അധികം താല്പര്യമില്ല, അല്ലേ? താല്പര്യമാണോ? നമ്മൾ ഉപദേശിക്കുന്ന താല്പര്യമില്ല. പക്ഷെ ദൈവവചനം നമ്മൾ എന്ത് ചെയ്യും? ഉപദേശിക്കും. സങ്കീർത്തനം 32:8 എന്ന് പറയുന്നത്, ഞാൻ നിന്നെ ഉപദേശിച്ച് നീ നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ആര് കാണിച്ചു തരും? കർത്താവ് കാണിച്ചു തരും. എങ്ങനെ കാണിച്ചു തരും? വചനത്തിൽ കൂടി കാണിച്ചു തരും. ഞാൻ നിന്നെ ഉപദേശിച്ച് നീ നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. എന്നിട്ട് പറയാ, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അപ്പോൾ ഇവിടെ പറയാണ്, ദൈവവചനം നമ്മളെ ഉപദേശിക്കും, നമുക്ക് ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന പറഞ്ഞു തരും. ഒരു സാഹചര്യത്തിന്റെ നടുവിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ ദൈവവചനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതാണ് നീ നടക്കേണ്ടുന്ന വഴി, ഇതാണ് നീ ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് ദൈവം നമ്മളോട് പറയും. അപ്പൊ അങ്ങനെ ദൈവം നമ്മളോട് സംസാരിക്കണമെങ്കിൽ നമ്മൾ അകത്ത് എന്ത് വേണം? ദൈവവചനം വേണം. വചനം. അതുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ പറയണ്ടായിരുന്നു, ഒരു ദിവസം 5 അധ്യായം വെച്ച് വായിക്കണമെന്ന്. ദൈവവചനം വായിക്കണം. നിങ്ങൾ വചനം ഐശ്വര്യമായ സകല ജ്ഞാനത്തോടും കൂടെ നമ്മളെ ഹൃദയത്തിൽ വസിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മളെ വചനത്തിൽ കൂടി എന്ത് ചെയ്യുന്നത്? വഴി നടത്തുന്നത്, അല്ലേ?
ഞാൻ നിന്നെ ഉപദേശിച്ച കർത്താവാണ് ഉപദേശിക്കുന്നത്. നമുക്ക് എങ്ങനെ അറിയുന്നത്? ദൈവവചനത്തിലൂടെ കർത്താവ് ഉപദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വചനം കേട്ട് ആ വചനത്തിന് വിരുദ്ധമായ എന്താണോ എൻ്റെ ഉള്ളിലുള്ളത്, ഞാനതിനെ തിരുത്തുമ്പോൾ, ഞാനതിനെ ഏറ്റുപറയുമ്പോൾ, ഞാനതിനെ ഉപേക്ഷിക്കുമ്പോൾ, ഞാനതിൽ നിന്നും മാറി സഞ്ചരിക്കുമ്പോൾ അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത്. അങ്ങനെ ഓരോരോ വചനവും ഞാൻ അനുസരിക്കുമ്പോഴാണ് ദൈവിക ജീവനാൽ ഞാൻ നിറയപ്പെട്ട് ദൈവിക സ്വരൂപത്തോട് അനുരൂപമായി തീരുന്നത്. ആമേൻ. ഇതിനാണ് ആമേൻ പറയേണ്ടത്. ഹല്ലേലൂയ. ആമേൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അങ്ങനെ എല്ലാവരും പറയണ്ട ആമേന്ന്. പോയി ചർച്ചിലോട്ട് വന്നപ്പോൾ എല്ലാവരും ആമേൻ ആമേൻ എന്ന് പറയുന്ന, പിന്നെ ഞാനും ആമേൻ എന്ന് പറയും. എന്താ ആമേൻ എന്ന് പറഞ്ഞാൽ? അങ്ങനെ തന്നെ ആമേൻ എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ ഒരു പേരാണ്. മനസ്സിലായോ? വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോകുമ്പോൾ ആമേൻ എന്ന് പേരുള്ളവൻ അരുളി ചെയ്യുന്നത്. അപ്പോ ഈ ആമേൻ എന്ന് പേരുള്ളവനോട് ഞാൻ പറയാണ് ഒരു വചനം കേൾക്കുമ്പോൾ, ആമേൻ കർത്താവേ, ആ വചനം എന്റെ ജീവിതത്തിൽ ഒന്ന് ക്രിയ ചെയ്യാൻ എന്നെ സഹായിക്കണേ. അപ്പോൾ ശ്രദ്ധയോടെ കേട്ടിട്ട് വേണം ആമേൻ പറയാൻ. മനസ്സിലായോ? കാരണം എന്താ? ദൈവത്തിന്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. നിങ്ങൾ ആമേൻ പറഞ്ഞിട്ട് ഇവിടുന്ന് പോയി ആ വചനം ക്രിയ ചെയ്യാനുള്ള അവസരം തരുമ്പോൾ കർത്താവ് നമുക്ക് അതിനുള്ളൊരു സാഹചര്യമായിട്ട് കയറുമ്പോൾ പറഞ്ഞത് ഓർമ്മയില്ല, ഒന്നും ഓർമ്മയില്ലാതായി കഴിഞ്ഞാൽ അങ്ങനെ പറയരുത്. ആമേൻ എന്ന് പറയുമ്പോൾ അത് ഹൃദയത്തിൽ നിന്നായിരിക്കണം പറയേണ്ടത്. കർത്താവെ, ഈ വചനത്തിന്റെ അനുസരണത്തിലേക്ക് എന്നെ നടത്തണം കർത്താവെ. അതിന് തടസ്സമുള്ള കാര്യങ്ങൾ എന്നിൽ നിന്ന് നീക്കിക്കളയണം കർത്താവെ. നിന്റെ വരവെങ്കിൽ എന്നെ ഒരുക്കണം കർത്താവെ. ദൈവഹിതപ്രകാരമുള്ള ഒരു വ്യക്തിയായിട്ട് എന്നെ മാറ്റണം. നിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ നീ എന്നെ സഹായിക്കണം. അങ്ങനെ നമ്മൾ ഹൃദയത്തിൽ ആഗ്രഹിക്കുമ്പോൾ അവിടെ ദൈവം നമ്മൾ എന്ത് ചെയ്യും? സഹായിക്കാൻ തുടങ്ങും. അപ്പൊ ഇവിടെ പറയാണ്, സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും, അതാണ് 32:8 പറയുന്നത്. അടുത്ത് ശാസനത്തിനും. മനസ്സിലായോ? ദൈവം ശാസിക്കും നമ്മളെ, അല്ലേ? ഇരുട്ടിന്റെ നിഷ്ഫല എന്ത് ചെയ്യണം? ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഡെയിലി പാസ്റ്റർ ഒത്തിരി പറയാറുള്ള വാക്യങ്ങൾ നിങ്ങൾ പറഞ്ഞോ? എന്താ ചെയ്യേണ്ടത്? ശാസിക്കണ്ടേ? ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ ഇരുട്ടിലായിരുന്നു, നമ്മളിൽ ഇരുളുണ്ടായിരുന്നു എന്നല്ല വചനം പറയുന്നത്. നമ്മൾ ഇരുളായിരുന്നു. അന്ധകാരത്തിൽ നിന്നല്ലയോ നിങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചത്, അല്ലെ? ഇരുട്ടിന്റെ അധികാരത്തിൽ നിങ്ങളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി. അപ്പോൾ ഈ രാജ്യത്തിലായ ഞാൻ ദൈവവചനത്തിന്റെ പ്രമാണം അനുസരിച്ച് നടക്കാൻ തുടങ്ങുമ്പോഴാണ് എൻ്റെ അകത്ത് പലവിധമായിട്ടുള്ള ഇരുട്ടിന്റെ പ്രമാണങ്ങൾ ഉണ്ടെന്ന് വചന കേൾവിയിൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നത്? എന്നെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം ഞാൻ? അവിടെയാണ് ഞാൻ ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളെ ശാസിക്കണം. കർത്താവേ, ഈ സ്വഭാവം, ഈ മുറുകെ പറ്റുന്ന പാപം, ഈ ജഡിക സ്വഭാവം, ആർക്കും അറിയാതെ എന്നിൽ മറഞ്ഞിരിക്കുന്ന ഈ സ്വഭാവം, ഞാൻ താലോലിക്കുന്നത്, ഇതിനെ ഞാൻ ശാസിക്കുന്നു. ഒരു പാസ്റ്റർ വരണ്ട, നമ്മളെന്നെ അങ്ങ് പറഞ്ഞാൽ ശാസിക്കുക എന്ന് പറഞ്ഞ അർത്ഥം അത് എന്നെ ഇരിക്കാൻ ഞാൻ അതിനെ അനുവദിക്കുന്നില്ല. എൻ്റെ ശരീരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. ഈ മന്ദിരത്തെയാണ് കർത്താവ് പണിതെടുത്ത് ഉപയോഗിക്കുന്നത്. അതിന് ദൈവവചനമാണ് നമ്മളെ സഹായിക്കുന്നത്, അല്ലെ? അപ്പോൾ ദൈവവചനത്തിന്റെ കേൾവിയിൽ ആ തേജസ്സുള്ള ആ മന്ദിരമായിട്ട് എൻ്റെ ശരീരം ഒരുങ്ങുവാൻ തടസ്സം നിൽക്കുന്ന എന്താണോ എൻ്റെ ഉള്ളിലുള്ളത്, അതിനെ കേൾക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ തിരുത്തുവാനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. അതിനെ ഞാൻ ശാസിക്കുകയാണ്. എൻ്റെ ഉള്ളിലുള്ള പാപപ്രമാണമേ, നിനക്ക് എൻ്റെ മേൽ യാതൊരു അവകാശമില്ല, ഞാനതിനെ ശാസിക്കുന്നു. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളെ ശാസിക്കത്ര വേണ്ടത്. അപ്പോൾ വെളിച്ചത്താൽ സകലത്തെയും കുറിച്ച് നിങ്ങൾക്ക് ബോധം വരും. കേട്ടോ? അപ്പോൾ ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളെ ശാസിക്കും. എന്താ സംഭവിക്കുന്നത്? ആ വചനത്തിന്റെ വെളിച്ചം, ജീവൻ എന്നിൽ നിറയാൻ തുടങ്ങും. മനസ്സിലായോ? കാരണം ഈ ലോകത്തിന്റെ പ്രഭുവിന്റെ പരിപാടി എന്തുവാ? 2 കൊരിന്ത്യർ ലേഖനം 4:4 എന്താ പറയുന്നത്? ഈ ലോകത്തിന്റെ പ്രഭു ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ മർമ്മം വെളിപ്പെടാതിരിക്കേണ്ടതിന് എന്ത് ചെയ്തിരിക്കുക? അവിശ്വാസികളുടെ കണ്ണ് കുരുട്ടാക്കിയിരിക്കുക. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന അവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ പുറത്തുള്ളവരായിരിക്കുന്നത്. അല്ലല്ല, അവിശ്വാസം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്, പല മേഖലയിലും. അതുകൊണ്ടാണ് വചനം പറഞ്ഞ, വിശ്വാസ ത്യാഗിനികളായുള്ളവരെ മടങ്ങി വരുവിൻ, ഞാൻ നിന്റെ വിശ്വാസ ത്യാഗത്തെ മാറ്റിത്തരാം. നമ്മളിപ്പോഴും പൂർണ്ണമായിട്ടൊന്നും പല കാര്യങ്ങളിലും ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ നമ്മളുടെ ഉള്ളിൽ പലതിനും അവിശ്വാസമുണ്ട്. എന്നാൽ വചനത്തിന്റെ കേൾവിയിൽ ആ അവിശ്വാസങ്ങളൊക്കെ നീക്കിക്കളയുമ്പോൾ, നമ്മൾ ഏറ്റുപറയുമ്പോൾ അധികമായിട്ട് ദൈവിക തേജസ് നമ്മളിൽ നിറയുവാനായിട്ട് ഇടയായി തരും. അപ്പോൾ ഇവിടെ പറയാണ്, ശാസനത്തിനും ദൈവവചനം നമ്മളെ ശാസിക്കും. നമ്മൾ ചില വചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ശാസന പോലെ തോന്നും.
നമ്മളോട് ഇങ്ങനെ പെട്ടെന്ന് പറയുന്നതായിട്ട് തോന്നും. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യും. നമ്മളൊരു വ്യക്തിയെ ശാസിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ വചനം നമ്മളെ ശാസിക്കുമ്പോൾ അത് നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാകും. അത് നമ്മൾ ആളുമാറിവിനെ പോലെ മാറും. കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുന്ന ഒരു മണവാട്ടിക്ക് വേണ്ടുന്ന യോഗ്യതയിലേക്ക് നമ്മളെ നയിക്കുന്നത് ഈ ദൈവവചനത്തിന്റെ അനുസരണമാണ്. അപ്പോൾ ഇവിടെ പറയാണ്, മനസ്സിലായോ? ഉപദേശത്തിനും ശാസനത്തിനും, അടുത്തത് ഗുണീകരണത്തിന്. പലതും നമ്മുടെ ജീവിതത്തിൽ ഗുണമില്ല, നമുക്ക് ഗുണമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിലും പലതും എന്തല്ല, ഗുണമില്ലാത്തതാണ്. അപ്പോൾ ദൈവവചനത്തിലേക്ക് നോക്കണം. അതിനാണ് നമുക്ക് സകലത്തിലും യേശു കർത്താവ് എന്ത് കാണിച്ചെന്നത്? മാതൃക കാണിച്ചു. അവൻ നമുക്ക് അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങളും വരുമ്പോൾ യേശു കർത്താവ് എങ്ങനെയാ നമുക്ക് മാതൃക കാണിച്ചത്, എങ്ങനെയാ അവനവിടെ പ്രവർത്തിച്ചത്, എങ്ങനെയാ കാര്യങ്ങൾ ചെയ്തത്, അത് ഒപ്പം തന്നെ അപ്പസ്തോലന്മാരെങ്ങനെയാ ചെയ്തത്, നമുക്ക് വ്യക്തമായിട്ട് സകലത്തിൽ നമുക്കൊരു മാതൃകയുണ്ട്. ആ മാതൃകയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അത് നമ്മളെ എന്ത് ചെയ്യും? ഗുണീകരിക്കും. മനസ്സിലായോ? ഗുണീകരിക്കും. ഗുണമില്ലാത്ത കാര്യങ്ങളെ നീക്കിക്കളഞ്ഞ് അതിനെ മാറ്റിക്കളയുമ്പോൾ ദൈവവചനപ്രകാരം പണിയപ്പെടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറും. ഹല്ലേലൂയ. കാരണം നമ്മളുടെ ഈ ശരീരമാണ് എന്തായിട്ട് തീരുന്നത്? ഇന്ന് എന്തുവാ കർത്താവിന്റെ മന്ദിരം? ഇതാണോ മന്ദിരം? നമ്മൾ ആയിരിക്കുന്ന ആലയമാണോ മന്ദിരം? നമ്മൾ കൂടുന്ന ആലയമാണോ മന്ദിരം? പിന്നെ എന്തുവാ മന്ദിരം? എന്റെ ശരീരമാണ് മന്ദിരം, അല്ലേ? അപ്പോൾ ഈ ശരീരത്തെ എന്താക്കി എടുക്കണം? നമ്മള് ദൈവ തേജസ് വസിക്കുന്ന ആലയമാക്കി, മന്ദിരമാക്കി നമ്മൾ ഒരുക്കിയെടുക്കണം. ഹല്ലേലൂയ. അതിനു വേണ്ടിയിട്ടാണ് 2 ആലയങ്ങളെ കാണിച്ചത്. സമാഗമന കൂടാരവും രണ്ട് ജെറുസലേം ദേവാലയവും. സമാഗമന കൂടാരം പണിത് ആരാ? മോശ പണിത്. മോശയെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത്? മോശ ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്നു. മിസ്രൈമിലെ സകല ജ്ഞാനവും അഭ്യസിച്ചവനായിരുന്നു മോശ. പക്ഷെ മോശ സമാഗമന കൂടാരം പണിതപ്പോൾ തന്റെ ജ്ഞാനത്തിലല്ല അത് പണിത്. ആണോ? അല്ല. അവൻ പണിത് ദൈവം പറഞ്ഞതുപോലെ പണിതു. ശ്രദ്ധിക്കണേ, ദൈവം പറഞ്ഞതുപോലെ പണിതു. ആ പണി പൂർത്തിയായപ്പോ എന്ത് സംഭവിച്ചു അവിടെ? അവിടെ പാസ്റ്റർ പറയുന്നത്, ബാക്കി എല്ലാവരും പറയുന്നത് ദൈവ തേജസ് നിങ്ങളുടെ ഉള്ളിലോട്ട് കയറേണ്ടത്. വചനപ്രകാരം ദൈവം പറഞ്ഞതുപോലെ കൃത്യമായി സമാഗമന കൂടാരം പണിതപ്പോൾ, നിങ്ങളൊന്ന് അതിന്റെ പണിയൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. അത്ര എളുപ്പമൊന്നുമല്ല അത്. പറയുമ്പോൾ ഒരു പെട്ടകം ഒരിക്കൽ പോലെ തോന്നുന്നുള്ളൂ. പറഞ്ഞതുപോലെ കൃത്യമായിട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തപ്പോൾ അവിടെ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്നു. പിന്നീട് അത് മാറി. പിന്നെ ദാവീദിന് തോന്നി, ഞാൻ എങ്ങനെ വലിയ ഒരു കൊട്ടാരത്തിൽ വസിക്കുന്നു, അവന്റെ പെട്ടകമാണെങ്കിൽ അവിടെ ശീലോയിൽ ഇരിക്കുന്നല്ലേ, ഞാൻ നിനക്കായിട്ടൊരു ആലയം പണിയാമെന്ന് പറഞ്ഞു. അതിന്റെ എല്ലാ വട്ടക്കൂട്ടുകളും കൂട്ടി ദൈവം പറഞ്ഞു, നീ അല്ല പണിയേണ്ടത്, നിന്റെ മകനായ ശലോമോനാണ് ആലയം പണിയേണ്ടത്. ശലോമോന്റെ പ്രത്യേകത എന്തായിരുന്നു? ജ്ഞാനികളിൽ ജ്ഞാനി, ലോകത്തുള്ള സകല ജ്ഞാനികളെക്കാളിലും ജ്ഞാനിയായിരുന്നു ആര്? ശലോമോൻ. പക്ഷെ ഈ ദേവാലയം പണിയാൻ പറഞ്ഞപ്പോൾ ശലോമോൻ എങ്ങനെ പണിത്? ദൈവം പറഞ്ഞതുപോലെ പണിത്. ഇത് ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഉള്ളിലോട്ട് ഇത് കയറാൻ ഞാൻ പറയുന്നത്. ദൈവം പറഞ്ഞതുപോലെ, ഒന്നും കൂട്ടിയില്ല, ഒന്നും കുറച്ചില്ല, ഒന്നും ചോദിച്ചുമില്ല, പറഞ്ഞതുപോലെ പണിതു. എന്ത് സംഭവിച്ചു? ആലയത്തിന്റെ പ്രതിഷ്ഠയുടെ സമയത്ത് അവിടെ ദേവാലയത്തിൽ ആർക്കും, ശുശ്രൂഷകന്മാർക്കും പോലും നിൽക്കാൻ പറ്റാത്തവണ്ണം ദൈവ തേജസ് അതിനെ മൂടി. ഹല്ലേലൂയ. എന്തിനാ ഈ 2 ആലയങ്ങളെ കർത്താവ് കാണിച്ചു തന്നത്? ഹല്ലേലൂയ. ഇന്ന് നമ്മളാണ് ദൈവത്തിന്റെ ആലയം. നമ്മൾ ആലയമായി തീരുവാൻ വേണ്ടി പുത്രൻ തന്റെ ശരീരത്തെ ആലയമാക്കി തീർത്തു, അല്ലേ? പറയുന്നില്ല, ഈ ആലയം പൊളിപ്പീൻ, ഞാനിത് 3 ദിവസം കൊണ്ട് പണിയും. പുത്രൻ ദൈവവചനത്തിന്റെ കൃത്യമായ അനുസരണത്തിൽ കൂടി നമ്മൾ എങ്ങനെ ആലയമായി തീരണമെന്ന് കാണിച്ചു തന്നു. ആ പുത്രൻ വളർന്ന കാര്യത്തെക്കുറിച്ച് ആ കുഞ്ഞു പറഞ്ഞത്, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ഫലപ്പെട്ടു, ദൈവകൃപയിൽ മുതിർന്നു, ദൈവത്തിന് മനുഷ്യൻ പ്രസാദമുള്ളവനായി തീർന്നു എന്ന് പറയുന്നത്. സ്വർഗത്തിൽ എല്ലാ മഹിമകളെയും വെടിഞ്ഞ് ഇറങ്ങി വന്ന ദൈവം എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചു തന്നെ? പ്രിയമുള്ളവരെ, എന്തിനാ അങ്ങനെ കാണിച്ചു തന്നത്? തൻ്റെ മക്കൾ എങ്ങനെ ഈ തേജസ് പ്രാപിച്ച് ദൈവം ഒരുക്കുന്ന നിത്യ കൂടാരത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുമെന്ന് നമ്മളെ കാണിച്ചു തരുവാൻ വേണ്ടിയിട്ട് ഒരു സമാഗമന കൂടാരം പണിത്, ഒരു ജെറുസലേം ദേവാലയം പണിതത്, തൻ്റെ ശരീരത്തെ ആ ഒരു തേജസ്സുള്ള ആലയമാക്കി കാണിച്ചു തന്നത്. ഇന്ന് നമ്മൾ ഓരോരുത്തരുമാണ് എന്ത്? ദൈവത്തിന്റെ ആലയം. നിന്റെ ശരീരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ഹല്ലേലൂയ. നമ്മുടെ ശരീരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ ആലയം തേജസ്സുള്ള ആലയമായി പണിയപ്പെടണമെങ്കിൽ ഞാൻ എങ്ങനെ പണിയണം? ദൈവ ആലോചനകൾക്കനുസരിച്ച് ദൈവവചനപ്രകാരം ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. ഹല്ലേലൂയ.
അതിനു വേണ്ടിയിട്ടാണ് ഈ ക്ഷണികമായിട്ടുള്ള ജീവിതം. 60, 70, 80 വയസ്സ് അല്ലെങ്കിൽ 100 വയസ്സ് വരെയുള്ള ഒരു ജീവിതത്തിൽ എപ്പോഴാണ് കർത്താവിനെ അറിഞ്ഞത്? കർത്താവിനെ അറിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ ലൈഫിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ എത്രത്തോളം ഈ വചനത്തിന്റെ അനുസരണത്തിൽ കൂടി എൻ്റെ ആലയത്തെ പണിയുന്നുണ്ട്, എൻ്റെ ആലയം എത്രത്തോളം തേജസ് നിറഞ്ഞതായിരിക്കുന്നുണ്ട്, എത്രത്തോളം യേശുവിനെ വെളിപ്പെടുത്തുന്നുണ്ട്, എൻ്റെ ജീവിതം കൊണ്ട് യേശുവിനെ വെളിപ്പെടുത്താൻ എനിക്ക് സാധിക്കുന്നുണ്ട്, എന്നെ കാണുന്നവർ യേശുവിനെ കാണുന്നുണ്ടോ, എൻ്റെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോട് കൂടിയതാണോ, ക്രിസ്തുവിന്റെ പത്രമായി തീരാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ, എൻ്റെ ബന്ധങ്ങളിലൊക്കെ ഈ ക്രിസ്തുവിന്റെ സൗരഭ്യം വെളിപ്പെടുത്താൻ പറ്റുമോ? അബ്രഹാമിന്റെ മകൻ ഇസ്ഹാഖ്, ഇസ്ഹാഖിന്റെ മകൻ യാക്കോബ്, അല്ലേ? അവിടെ ഒരാൾ കിണറൂത്തി, എല്ലാവരും കിണറൂത്തും വെള്ളം കാണത്തില്ല, ഒരാൾ കിണറൂത്തുമ്പോ വെള്ളം കാണും, അല്ലേ? അപ്പോ ആളുകൾ നോക്കിയപ്പോ പറയാണ്, നീ കിണറൂത്തുമ്പോ വെള്ളം കാണുന്നുണ്ട്, വേറെ ആരും കിണറൂത്തുമ്പോ വെള്ളം കാണുന്നില്ല, നിന്റെ കൂടെ യഹോവയുണ്ട്, ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ പറയുവാനായിട്ട് ഇടവരണം. മറ്റുള്ളവർക്ക് ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ഇവരുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടല്ലോ, ഇവർ പഴയ പോലെ അല്ലല്ലോ, ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടല്ലോ എന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ഞാൻ ഭയങ്കര സംഭവം ഒന്നും ഉണ്ടല്ലോ, കാര്യമുണ്ടോ? ആര് പറയണം? മറ്റുള്ളവർ പറയണം. നീയല്ല, നിന്റെ അതരമല്ല, എന്റെ അതരം എപ്പോഴും എന്നെ ഉയർത്തത്തുള്ളൂ. മറ്റൊരുവൻ നിന്നെ കുറിച്ച് പറയട്ടെ, നിന്റെ നാവല്ല. അല്ലല്ലേ? അങ്ങനെ അതുകൊണ്ട് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവന്റെ ശ്രുതി അവിടെ എല്ലാം എന്ത് ചെയ്തു? പരന്നു. ഹല്ലേലൂയ. ഒരു സൗരഭ്യം പരന്നു. നമ്മുടെ ജീവിതം അങ്ങനെ ആയിത്തീരണം. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ഗുണീകരണത്തിന്. ഈ ഗുണീകരണമൊക്കെയാണ് നമ്മളെങ്ങനെ പണിതെടുക്കുന്നത്. മനസ്സിലായോ? ആ ക്രിസ്തുവിന്റെ സൗരഭ്യം വെളിപ്പെടുന്ന ഒരു ജീവിതത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. 10 വർഷമായി, 20 വർഷമായി, 30 വർഷമായി, അല്ലെങ്കിൽ 1 വർഷമായി, എന്തോ ആവട്ടെ, ഒരു കുഞ്ഞ് ജനിച്ചാൽ വളരൂ. ഏതെങ്കിലും അമ്മ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞ് ജനിച്ച പോലെ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞു. കെടാത്തത് നിലനിൽക്കുന്ന ദൈവവചനത്താൽ ഉരുവായ നമ്മളെ നോക്കി കർത്താവ് എന്ത് പറയും? ഞാൻ പറയുന്നതിന് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് പറയണം, കഴിയുമ്പോൾ നമുക്ക് സംസാരിക്കാം. കർത്താവ് നമ്മളെ നോക്കുകയുള്ളൂ. കെടാത്തത് നിലനിൽക്കുന്ന ദൈവവചനത്താൽ ഉരുവായി വീണ്ടും ജനിച്ചവരല്ലേ, രക്ഷിക്കപ്പെട്ടവരല്ലേ ദൈവം ദിനം പ്രതി സഭയോട് ചേർത്തേ. സഭയോട് ചേർന്ന് വരുന്ന ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് എന്താഗ്രഹമുണ്ട്? ഇവരൊന്ന് വളരണം. ഈ അപ്പൻ കാര്യങ്ങളെ കാണുന്ന പോലെ കാണുവാനായിട്ട് ഇവരൊന്ന് വളർന്നു വരണം. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിട്ട് ഇവരൊന്ന് തീരണം. നമ്മൾ വിചാരിക്കുന്ന കർത്താവ് വന്നിട്ടില്ലല്ലോ, കർത്താവ് വരാൻ സമയം എടുക്കും. എന്തുകൊണ്ടാണ് കർത്താവ് വരാൻ താമസിക്കുന്നത്? എന്താ കാരണം? പത്രോസിന്റെ ലേഖനം ഒന്ന് വായിച്ചേ. പത്രോസിന്റെ ലേഖനത്തില്ലേ, നിങ്ങൾക്ക് അറിയാം, എന്നാലും ഞാൻ ഒന്നും കൂടി 2 പത്രോസിൽ പറയാണ്, കർത്താവ് എന്ത് ചെയ്യുന്നില്ല? വരുവാൻ താമസിക്കുന്നില്ല. കേട്ടോ, ഇവിടെ പറയാ, എന്നാൽ പ്രിയമുള്ളവരെ, 2 പത്രോസ് 3:8, എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിനൊരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ശ്രദ്ധിക്കണേ, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് താമസിക്കുന്നത്? ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ വിചാരിച്ച് റെഡിയായിരിക്കുമ്പോൾ ഒന്നല്ല വരികയെന്ന്. കള്ളൻ എങ്ങനെയാണോ വരുന്നത്? അല്ല, എല്ലാം വരുന്നത് പോലെ വരുന്ന പറഞ്ഞാൽ, നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട്, ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ, അല്ലേ? കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു വേദന. പുതിയൊരു ഇത് ഞാൻ മനസ്സിലാക്കിയത്, ഈ പാല് തിളച്ചു പോകുന്ന പോലെയാണ്. പാലിങ്ങനെ വെച്ച് തിരിയുമ്പോഴേക്കും തിളച്ചു പോകും, ഓഫ് ചെയ്യാനൊന്നും പറ്റത്തില്ല, അല്ലേ? എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സംഭവിക്കും. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം എന്തുവാ? സ്ത്രീകൾക്ക് അറിയാലേ, പാല് തിളപ്പിച്ച്. അപ്പൊ ഇതുപോലെ കർത്താവ് പെട്ടെന്ന് വരും. നിലച്ചിരിക്കാത്ത നാഴികയിൽ മിന്നൽ ആകാശത്ത് വിളങ്ങുന്നത് പോലെ, ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ, കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ കർത്താവിന്റെ ദിവസം വരും. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ത് ചെയ്യണം? ആ സമയത്ത് ഓടിപ്പോയിട്ടൊന്ന് ഒരുങ്ങാൻ സമയം കിട്ടുമോ? ഇല്ല. ഇതാകുന്നു സുപ്രസാദ സമയം, ഇതാകുന്ന രക്ഷാതി. ഇതിനാണ് വചനം പഠിക്കുന്നത്, വചന ക്ലാസ്സുകൾ, ദൈവരാജ്യത്തിന്റെ ക്ലാസ്. കാരണം എന്തുവാ? ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുവാനുള്ള സമയം അടുത്തു വരികയാണ്. ഇന്ന് നമ്മളിലാണ് ദൈവരാജ്യം. ദൈവരാജ്യം ഇന്ന് എൻ്റെ ഹൃദയത്തിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. വരുവാനുള്ള ദൈവരാജ്യം, കർത്താവ് ഈ ഭൂമിയിൽ രാജാവായി ഈ ഭൂമിയിൽ ഭരണം ചെയ്യുമ്പോൾ അവനോടുകൂടെ വാഴുവാനായിട്ട് ഇന്ന് ആ ഒരു സ്വഭാവം, ആ ഒരു ക്യാരക്ടർ, ആ നീതി ഞാൻ പഠിച്ചെടുക്കണം.
ഹല്ലേലൂയ. അതിനാണ് ചെറിയ ചെറിയ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒറ്റപ്പെടലും നിരാശകളൊക്കെ. ഇങ്ങനെ കടന്നു പോയപ്പോൾ അപ്പോസ്തലൻ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. ഞൊടി നേരത്തേക്കുള്ള കഷ്ടം, ഞൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അനവധിയായ നിത്യ തേജസ്സിന്റെ ഘനം ഓർക്കുമ്പോൾ സാരമില്ല. ഈ നിത്യ തേജസ്സിന്റെ ഘനം നമ്മുടെ ഉള്ളിൽ വന്നെങ്കിലേ ഇന്നത്തെ ഈ കഷ്ടവും പ്രയാസങ്ങളും വിഷമങ്ങളും ഇല്ലായ്മയും ഞെരുക്കവും ഈ നിന്നയും പരിഹാസവും ഒന്നും ഒരു കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റത്തുള്ളൂ. എബ്രായ ലേഖനം 11-ാം അധ്യായം ഒരു 10 പ്രാവശ്യമെങ്കിലും വായിക്കണം. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ കാംക്ഷിച്ചിരുന്നു. അതുകൊണ്ട് അവൻ അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. കാരണം എന്താ? അവൻ അവർക്കായിട്ടൊരു നഗരം ഒരുക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ നഗരത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുവാൻ, ആ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ, അവന്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപമായി തീരുവാൻ, കണ്ണിമയ്ക്കുന്നതിന് രൂപാന്തരപ്പെട്ട് തേജസ്സിലേക്ക് എടുക്കപ്പെടുവാനായിട്ട് നമുക്കൊരൊറ്റ വഴിയുള്ളൂ. അത് ദൈവവചനത്തിന്റെ അനുസരണത്തിൽ കൂടിയുള്ള വഴിയാണ്. അത് പറഞ്ഞു പോകരുത്. ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടംപോലെ അവസരങ്ങൾ ദൈവം ഒരുക്കി തരുന്നുണ്ട്. അതിനുവേണ്ടി ആരും കർത്താവ് എന്നെ കഷ്ടത്തിലൂടെ കടത്തണമെന്നൊന്നും പറയണ്ട. ഓരോ ദിവസം, അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ഒരു ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. ഒരു ദിവസത്തിന് അന്നത്തെ ദോഷം മതി. നമ്മളിപ്പോ ഇനി കർത്താവ് കുറച്ച് ഒന്നും വേണ്ട. ഓരോ ദിവസവും നമ്മൾ കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോൾ ഇഷ്ടംപോലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായിട്ടുള്ള ദൈവകൃപ നമ്മളെ അവിടെയൊക്കെ എന്ത് ചെയ്യും? നിർത്തും. ബലഹീനതകളിൽ ബലപ്പെടുത്തുന്ന ദൈവകൃപ കർത്താവ് പകരും. ആ കൃപ നമ്മളെ ആ സാഹചര്യങ്ങളുടെ നടുവിലൊക്കെ നിർത്തും. ആളുമാറുവിനെ പോലെ മാറും. അല്ലെ? പലപ്പോഴും ഒന്നും മിണ്ടാതിരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ മിണ്ടാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ പൊട്ടിത്തെറിക്കുന്നുണ്ടെങ്കിൽ ആ സാഹചര്യങ്ങളുടെ നടുവിൽ കർത്താവിന്റെ കൃപ എൻ്റെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പകരുന്ന കൃപ ഒരു പൊട്ടിത്തെറിയിലേക്ക് കൊണ്ടുപോകാതെ അവിടെ ശാന്തമായിരിക്കാനും, അല്ലെ, കർത്താവ് ഓരോ സാഹചര്യങ്ങളുടെ നടുവിൽ മിണ്ടാതിരുന്നില്ലേ? ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ കൃപയാ. ആ കൃപ ഇന്ന് ദൈവം നമ്മുടെ മേലും പകരാൻ ദൈവം മതിയായവനാണ്. ഇതിനു വേണ്ടിയാ നമ്മളെ ഒരുക്കി പണിത് നമ്മളെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കി എടുക്കാനായിട്ട്. അപ്പോ ഇവിടെ നമ്മൾ വായിച്ച സംഭവം പറയാണ്, കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അപ്പൊ ഇന്ന് കർത്താവ് നമ്മളോട് ദീർഘക്ഷമ കാണിക്കുക. ഇന്നലെ കർത്താവ് വന്നിരുന്നെങ്കിലും കുഴപ്പം അത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. കർത്താവ് വരും പോവും, നമ്മള് അതൊന്നൊരു വിഷയമല്ല. പ്രിയമുള്ളവർ, ഇതൊരു ചെറിയ കാര്യമായിട്ട് നിങ്ങൾ കാണല്ലേ? അല്ലല്ലോ, ഇതൊരു നിസ്സാര കാര്യമല്ല. നമുക്കൊരു ഇപ്പോൾ ഫ്ലൈറ്റ് പോയാൽ വേറൊരു ഫ്ലൈറ്റ് പിടിക്കാം, അല്ലേ? ഒരു ബസ് പോയാൽ അല്ലെങ്കിൽ നടന്നാണെങ്കിലും പോവാം. കർത്താവ് പോയി കഴിഞ്ഞാൽ കർത്താവ് വരുന്നത് അവന്റെ മണവാട്ടിയെ ചേർക്കാൻ വേണ്ടിയല്ലേ? ഇത്ര വലിയൊരു ഒരു രക്ഷ, ഇത്ര വലിയൊരു പദവി, ഇതൊക്കെ നമുക്ക് നൽകിയിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ഇതിലേക്ക് അധികമായിട്ട് കൂടുതൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി ഓട്ടം സ്ഥിരതയോടെ ഓടാനായിട്ടുള്ള ഒരു ആഗ്രഹം വർദ്ധിക്കണം. ഈ ദിവസങ്ങളിൽ അത് വർദ്ധിച്ചു വരണം. നാൾ സമീപിക്കുന്നവർ എന്ത് ചെയ്യണം? വർദ്ധിക്കണം. നമ്മൾ വിശ്വസിച്ചതിനേക്കാൾ രക്ഷ നമ്മളോട് അധികം അടുത്തു. ഹല്ലേലൂയ. കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഇനി ഏത് വചനം നിവൃത്തിയാകാനുള്ള ഒറ്റ വചനമേ ഉള്ളൂ. എന്ത്? അവന്റെ മണവാട്ടി ഒന്ന് ഒരുങ്ങണം. ഏത് വചനമുള്ളത്? നമ്മൾ പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ സുവിശേഷം എത്തിയില്ല എന്നൊക്കെ ആയിരിക്കും. അതൊന്നും ഒരു വിഷയമല്ല. കർത്താവിന്റെ വചനം പറയാൻ എത്ര സമയം വേണം? എന്നെ മണവാട്ടി ഒരുങ്ങിയോ? ഹല്ലേലൂയ. തന്റെ പുത്രന്റെ തനി സ്വരൂപത്തോട് അനുരൂപനായ ഒരു കൂട്ടത്തെ ചേർപ്പാൻ വരുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കർത്താവിന്റെ വരവിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെ? 25-ാമത്തെ അധ്യായത്തിൽ ബുദ്ധിയുള്ള കന്യകമാരും ബുദ്ധിയില്ലാത്ത കന്യകമാരെ കുറിച്ചാണ് പറയുന്നത്. ബുദ്ധിയുള്ള കന്യകമാർ എന്ത് ചെയ്തു? വിളക്കോട് കൂടെ എണ്ണ എടുത്തു എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓരോ ദിവസവും ദൈനംദിന ജീവിതത്തിൽ കർത്താവിനോട് ചേർന്ന് നടന്ന് സമാധാനത്തോടെ, അല്ലെ, സ്വസ്ഥതയോടെ, സന്തോഷത്തോടെ ആ കർത്താവ് നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൃത്യതയോടുകൂടെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ ആ നിറവ് നിറയും, അല്ലെ? എന്നാൽ ബുദ്ധിയില്ലാത്ത കന്യാമാരെന്ത് ചെയ്തില്ല? വിളക്കോടുകൂടെ എണ്ണ എടുത്തില്ല, അല്ലെ? ബുദ്ധിയില്ലാത്ത കന്യാമാരെന്ത് ചെയ്തില്ല? സമയങ്ങൾ നാളെ ആവട്ടെ, മറ്റന്നാളാവട്ടെ, കുഴപ്പമില്ല, സാരമില്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്ന്. അങ്ങനെയല്ല. ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ വിനിയോഗിക്കുന്ന, കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ആ ഒരു തലത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയാണ്, എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിലും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ള. എന്ത് നീതിയിലെ അഭ്യസനം എന്ന് പറഞ്ഞാൽ? ഇന്നിവിടെ ഇരിക്കുന്ന ഏറെ പങ്കാൾ കുറെ പേരൊക്കെ ഭയങ്കര നിരാശയിലും കുറ്റബോധത്തിലൊക്കെ ഇരിക്കുന്നു.
മുഖം കണ്ടറിയല്ലോ നമുക്ക്. നിരാശയിലും സംഭവം സ്തോത്രാലയിൽ പറയണമെങ്കിൽ ഉള്ളിലൊന്നും ഒരു ദൈവനീതിയുടെ ബോധ്യമൊന്നുമില്ല. ഉണ്ടോ? എന്തുവാ നീതി എന്ന് പറഞ്ഞാൽ? നീതിയിലെ അഭ്യസനം എന്ന് പറഞ്ഞത്. നീതിയിലെ അഭ്യസനം. എന്തോ നീതി എന്ന് പറഞ്ഞാൽ? റോമലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറഞ്ഞേ, വായിച്ചേക്കാം. ശ്രദ്ധിക്കണം എല്ലാവരും. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് പിതാവായ ദൈവത്തോട് സമാധാനമുണ്ട്. അതാണ് നീതീകരണം എന്ന് പറയുന്നത്. ഒരു യോഗ്യതയില്ലാതിരുന്ന നമ്മളെ ദൈവവുമായിട്ട് നിരപ്പിച്ച് നമ്മളെ സമാധാനത്തിലാക്കി പാപി എന്ന മേലെഴുത്തിനെ മായ്ച്ചു. നീ എന്റെ നീതിമാനാണ്. അതിനതാ പറയുന്നത് അല്ലേ? എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്തുവാ പറഞ്ഞതിനർത്ഥം? യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവം എന്നെ നീതീകരിച്ചു, എന്നെ നീതിമാനാക്കി പ്രഖ്യാപിച്ചു. ഈ നീതിമാൻ എന്ന് പറയുന്ന പദം സ്ത്രീക്കും പുരുഷനും ഉള്ളൊരു വാക്യം. അതിന് വേറെ അങ്ങനെയില്ല. നീതിമാൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ പറയുന്നത്, ലിംഗമില്ല, ജെൻഡർ. മനസ്സിലായോ? നീതിമാൻ എന്ന് പറയുമ്പോൾ അതെന്താ ചെയ്യുന്നത്? അവിടെ വിശ്വാസത്താൽ ദൈവം നമ്മളെ നീതീകരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് യേശുക്രിസ്തു മൂലം നമ്മൾ എന്ത് ചെയ്തു? ദൈവം നമ്മളെ നീതീകരിച്ചു. നമ്മുടെ പാപത്തിന്റെ എല്ലാ കറകളെയും കഴുകിക്കളഞ്ഞു. കുറ്റബോധമുള്ള മനസ്സിനെ നീക്കിക്കളഞ്ഞു. നമ്മളെ അല്ലേ, യെശയ്യാപ്രവാചകന്റെ പുസ്തകം എന്ന് പറയുന്നത്, നിന്റെ രക്താംബരം പോലെ ചുവപ്പായ പാപങ്ങളെ ഞാൻ മഞ്ഞുപോലെ ഞാൻ വെളുപ്പിക്കാം. ഞാൻ അതിനെ ആഴിയുടെ അഗാധങ്ങളിലേക്ക് ഞാൻ എറിഞ്ഞു കളയാം. കാർമുകലിനെ പോലെ ഞാൻ നിന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയാം. ഞാനിനി ഇത് ഒരു നാളും ഓർക്കുകയില്ല. അല്ലേ? പറഞ്ഞതിനർത്ഥം എന്തുവാ? കർത്താവെ നീ അകൃത്യങ്ങളെ, പാപങ്ങളെ ഓർത്തു വെച്ചാൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്നാൽ അവന്റെ പക്കൽ വിമോചനമുണ്ട്. പ്രിയമുള്ളവരെ, ഈ നമ്മളെ നീതീകരിക്കുവാനും പുത്രത്വ പദവി നൽകാനും നമുക്ക് തേജസ്സൊക്കെ നൽകാനും വേണ്ടിയിട്ട് വിലയായി തീർന്ന ഒരുവനുണ്ട്. അത് മറന്നു പോകരുത്. അല്ലല്ലേ? നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന യേശുവിനെ തള്ളിക്കളഞ്ഞുകൊണ്ടൊരു ജീവിതം ജീവിക്കരുത്. ഒരിക്കലും യേശുവിനെ വീണ്ടും ക്രൂശിക്കുന്ന ഒരു ജീവിതം നമ്മൾ ജീവിക്കരുത്. നിങ്ങൾ നിമിത്തം ജാതികളുടെ ഇടയിൽ ദൈവനാമം ദുഷിക്കപ്പെടുന്നു എന്ന് ദൈവജനം ഒരിക്കലും നമ്മളിന്ന് അത് ഉണ്ടാവരുത്. കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കർത്താവിനോട് പറയാം, കർത്താവേ, ഇനിയുള്ള എൻ്റെ ശിഷ്ട ജീവിതത്തിൽ ദൈവം നിന്നെ മഹത്വപ്പെടുന്ന ഒരു ജീവിതം ജീവിപ്പാൻ എന്നെ സഹായിക്കണം കർത്താവേ. നിന്റെ നാമത്തെ ദുഷിപ്പിക്കാൻ ഇടവരുത്തരുത്. അല്ലേ? അതാ പറഞ്ഞാൽ ഇടർച്ച ഉണ്ടാക്കുന്നവർക്ക് അയ്യോ കഷ്ടം. നമ്മൾ പറഞ്ഞ ആർക്കും ഇടർച്ച ഉണ്ടാകും? ദൈവനാമം ദുഷിക്കുന്ന ഒരു ജീവിതമാണ് ഈ ഇടർച്ച എന്ന് പറയുന്നത്. നമ്മൾ ഈ പുസ്തകം പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ മറ്റുള്ളവർ എന്താ നോക്കുന്നത്? നമ്മളെ മറ്റുള്ളവരിൽ നിന്നൊരു വ്യത്യസ്തരാണെന്ന് തോന്നില്ല. നമ്മൾ കത്തോലിക്കലായിരുന്നു, അല്ലെങ്കിൽ യാക്കോബ ഓർത്തഡോക്സ് ഒക്കെ ആയിരുന്നു, അപ്പൊ അന്നൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷെ ഈ വിശ്വാസത്തോട്ട് വന്നു കഴിഞ്ഞ ശേഷമുള്ള നോട്ടം മാറിപ്പോയില്ലേ? നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവോ ചോദിക്കുന്നില്ലേ? അപ്പൊ എന്താ നേരത്തെ പറ്റില്ലായിരുന്നു? അപ്പൊ ഈ വിശ്വാസത്തിലോട്ട് വന്നപ്പോൾ ഇവരിൽ എന്തോ ഒരു മാറ്റമുണ്ട്, ഇവരൊരു വ്യത്യസ്ത കൂട്ടമാണ് എന്ന് ലോകം കാണുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അതെന്ത് ചെയ്യണം? വെളിപ്പെട്ടു വരണം. അപ്പോൾ ഇന്നാരെങ്കിലും കുറ്റബോധത്തിലോ നിരാശയിലൊക്കെയാ. കാരണം കുറ്റബോധവും നിരാശയും ഭയമുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവസന്നിധിയിലേക്ക് കയറി വരാൻ പറ്റത്തില്ല. പിശാചിന്റെ കോട്ടയാണത്. കുറ്റബോധം, നിരാശ, ഭയം. പഴയ ഞാൻ അന്നങ്ങനെ ചെയ്തില്ലേ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ രാവിലെ കഴിഞ്ഞിട്ടൊക്കെ പ്രാർത്ഥിക്കും, പക്ഷെ എൻ്റെ പഴയ പാപങ്ങൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കായിരിക്കും എന്നെ ഓർമ്മപ്പെടുത്താമെന്ന് പറഞ്ഞു. അതിങ്ങനെ എന്നെ ഓർമ്മപ്പെടുത്തും. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ കുറേ നന്മയൊക്കെ ചെയ്തു പോകും. ഞാൻ പറഞ്ഞു, ആ കുഞ്ഞിനോട് സുവിശേഷം പറഞ്ഞു കൊടുത്തു. ഒന്നുകൂടി സുവിശേഷം പറഞ്ഞിട്ട് ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും സമർപ്പിക്കാൻ പറഞ്ഞു. ആ ദൈവം നമ്മളെ നീതീകരിച്ചു. അല്ലേ? എൻ്റെ മനസ്സ് കാണുന്ന പോലെയല്ല. നമ്മൾ ദൈവസന്നിധിയിലെ ഏറ്റു പറഞ്ഞ ഉപേക്ഷിച്ച ഒരു പാപം കർത്താവ് എന്ത് ചെയ്യുന്നില്ല? നമ്മൾ ഓർക്കണ്ട. മനസ്സിലായോ? നമ്മൾ ദൈവവചനം എന്തു പറയുന്നുവോ അതിനനുസരിച്ച് ഞാൻ എൻ്റെ മനസ്സിനെ ഒരുക്കുമ്പോൾ, പുതുക്കുമ്പോൾ, അവിടെയാണ് എനിക്ക് പ്രാഗൽഭ്യത്തോടെ നിൽക്കാൻ പറ്റുക. മനസ്സിലായി? പലരും നമ്മൾ നോക്കി വരും, നീ അങ്ങനെയല്ല ജീവിച്ചത്, നീ ഇങ്ങനെയല്ല ജീവിച്ചത്. അല്ലേ? ബൈബിളിൽ എത്രയോ കഥാപാത്രങ്ങളുണ്ട്. കർത്താവ് അവരുടെ പഴയ ജീവിതമാണ് നോക്കുന്നത്. അല്ല, നീ എന്തായിത്തീരുമെന്നാ പറയുന്നത്. പത്രോസിന് നോക്കി കർത്താവ് എന്ന് പറയുന്നത്, നീ ഞങ്ങളെ പോലെ ഉറപ്പില്ലാത്ത ഒരുത്തനാ, പക്ഷെ ഞാൻ നിന്നെ പത്രോസാക്കും. അല്ലേ? ബലമുള്ളവനാക്കും, ഉറപ്പുള്ള പാറയാക്കി നിന്നെ ഞാൻ മാറ്റും എന്ന് പറയും. യാക്കോബും യോഹന്നാനും ഇടിമക്കളായിരുന്നു, കൊട്ടേഷൻ ടീമുകളായിരുന്നു. അല്ലേ? കൊട്ടേഷൻ ടീം എന്ന് പറയുന്നത് കർത്താവെ ഒരുവൻ ഞങ്ങൾ അനുഗമിക്കണം എന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ തീയിറക്കി ഇപ്പൊ തന്നെ, ഏലിയാവ് തീയിറക്കിയതുപോലെ ഇപ്പൊ തീയിറക്കിയവരെ. കർത്താവ് നിങ്ങൾ ഏതാത്മാവിന് അധീനരാണ്? അല്ലേ? അപ്പോ അവരെയാണ് മാറോട് ചാരിയിരിക്കുന്ന ഒരുവനായിട്ട് മാറ്റിയത്. ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എന്ന് എഴുതിയത് ഈ ഇടിമക്കളിൽ ഒരുവനാ. മനസ്സിലായോ?
അപ്പൊ കർത്താവ് കാണുന്നത് നീ എന്തായി തീരാൻ പോകുന്നു എന്നുള്ളതാണ്. പിശാച് പറയുന്നത് നീ എന്തായിരുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? നീ ഇങ്ങനെ ആയിരുന്നല്ലായിരുന്നു, നിനക്ക് ഒരിക്കലും ഈ അളവിലേക്ക് കയറി പോകാൻ പറ്റില്ല എന്നാ പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ പറയണം, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവുന്ന അവർക്ക് ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അവൻ എന്നെ കൈവിടത്തില്ല, അവൻ എന്നെ ഉപേക്ഷിക്കത്തില്ല. ഞാൻ അവന്റെ പൈതലാണ്, അവൻ എന്നെ സ്വർഗസ്ഥലങ്ങളിലാണ് ഇരുത്തിയിരിക്കുന്നത്. അല്ലേ? ഫിലിപ്പിയ ലേഖനത്തിൽ പറയും, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ അത്രയാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു എന്നെ ചേർപ്പാൻ വരും. അവൻ എനിക്കായിട്ടൊരു നിത്യഭവനം ഒരുക്കുവാൻ വേണ്ടി പോയിരിക്കുന്നു. എനിക്കായി ഭവനം ഒരുക്കിയാൽ അവൻ എന്നെ ചേർപ്പാൻ വരും. പ്രിയമുള്ളവർ, ഇതെല്ലാം തീക്കായി ചുട്ടഴിയുവാനുള്ളതാണ്. ഹല്ലേലൂയ. നാം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ആ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ വചനം അതാണ് നമ്മളെ ഒരുക്കുന്നത്. അത് നമ്മളെ എല്ലാ തിരുവെഴുത്തും, എനിക്കിഷ്ടമുള്ള വചനങ്ങൾ നോക്കിയിട്ട് ഞാൻ അതിന് സ്തോത്രം പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മളിലുള്ള കുറവുകളെ നീക്കി കളയാനാ വചനം. നമ്മളെ ചെത്തി മിനുക്കാനാ വചനം. നമ്മളെ എവിടെയൊക്കെ വെട്ടിക്കളയണം അതിനെ വെട്ടിക്കളയുവാനാ. ഹല്ലേലൂയ. നിങ്ങൾ നോക്കി, ഇവിടെ ഒരു വാതിലുണ്ട് ഇങ്ങോട്ട് കടന്നു വന്നത്. ഈ വാതിലിനെക്കാട്ടി വണ്ണമുള്ള ഒരാൾക്ക് ഇത് ഇങ്ങോട്ട് കടക്കാൻ പറ്റുമോ? ഒരു ആനയെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് കടത്തുമോ? എന്തിനങ്ങനെ പറഞ്ഞു വിചാരിക്കും? യേശു പറഞ്ഞു, ഞാനാണ് വാതിൽ, എന്നിലൂടെ അല്ലാതെ ആരും അങ്ങോട്ട് കടക്കത്തില്ല. അപ്പോ ആ യേശു ആകുന്ന വാതിൽ, അതിലൂടെ ഞാൻ കടക്കാൻ തടസ്സം നിൽക്കുന്ന കുറേ സംഭവങ്ങള് ആദാമി പാപപ്രകൃതത്താലും എൻ്റെ മാതാപിതാക്കളിൽ നിന്നൊക്കെ വന്നത് എൻ്റെ ഉള്ളിലുണ്ട്. ഇതിനെല്ലാം ചെത്തിക്കളയണ പരിപാടി ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ നമ്മൾ ചെത്താൻ അനുവദിച്ചില്ലെങ്കിൽ ആ വാതിലിലൂടെ അങ്ങോട്ട് കടക്കാൻ ബുദ്ധിമുട്ടാന്നല്ല, കടക്കില്ല. അപ്പൊ ഇന്ന് ഏറ്റവും ബെസ്റ്റ് എന്താ? കർത്താവേ, ആവശ്യമില്ലാത്ത എല്ലാം ചെത്തിക്കളയാൻ എന്നെ സമർപ്പിക്കുന്ന കർത്താവ്. നമ്മുടെ ഉള്ളിൽ ഒത്തിരി സംഭവങ്ങളുണ്ട്, എല്ലാവരുടെ ഉള്ളിലും. കർത്താവ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ സഹായിക്കും. ആ കർത്താവ് നമ്മളെ ഈ വചനത്തിന്റെ അനുസരണത്തിൽ കൂടി, എല്ലാവർക്കും ആ വചനം ഒന്നുകൂടി എടുത്ത്, ആ 2 തിമോത്തി 3:16 നമ്മുടെ എല്ലാവരുടെ ഹൃദയങ്ങളിൽ ആ വചനം വ്യാപരിക്കട്ടെ. അവിടെ പറയാണ്, എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാണ്. എല്ലാ വചനങ്ങളും പ്രയോജനമുള്ളതാണ്. അങ്ങനെയെങ്കിൽ കർത്താവേ, നിന്റെ വചനങ്ങളാൽ എന്നെ പ്രയോജനമുള്ളവനാക്കി, ആ പുത്രന്റെ തനി സ്വരൂപത്തോട് എന്നെ അനുരൂപമാക്കി. കർത്താവ് പറഞ്ഞ പോലെ യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, എൻ്റെ പിതാവിൽ വിശ്വസിക്കണം, എന്നിലും വിശ്വസിക്കണം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്കായിട്ടൊരു ഭവനം ഒരുക്കുവാൻ വേണ്ടി പോകുന്നു. നിങ്ങൾക്കായി ഭവനം ഒരുക്കിയാൽ ഞാൻ നിങ്ങളെ ചേർപ്പാൻ വേഗത്തിൽ വരും. ഇങ്ങനെയെങ്കിൽ ആ കർത്താവ് ഭവനം ഒരുക്കി വരുമ്പോൾ ആ കർത്താവിനോട് ചേർന്ന് കണ്ണിമയ്ക്ക് രൂപാന്തരപ്പെട്ട് തേജസ്സിലേക്ക് എടുക്കപ്പെടുവാനായിട്ട് തെസ്സലോനിക്ക ലേഖനത്തിൽ ഇങ്ങനെ പറയുന്ന, കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവനെതിരേൽപ്പാൻ വാനമേഘങ്ങളിൽ എടുക്കപ്പെടും. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ എല്ലാം ആ പൂർണ്ണത നമുക്ക് കാണാനായിട്ട് സാധിക്കും. 21-ാമത്തെ അധ്യായത്തിൽ പറയാണ്, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. ഹല്ലേലൂയ. സിംഹാസനത്തിൽ ഞാൻ ഒരു സ്വരം കേട്ടു, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവൻ താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ വാഴും, അവൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി ദുഃഖമില്ല, മരണമില്ല, മുറവിളിയില്ല, ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു. ആ കർത്താവിന്റെ വരവെങ്കിൽ കണ്ണിമയ്ക്ക് രൂപാന്തരപ്പെട്ട് തേജസ്സിലേക്ക് എടുക്കപ്പെടുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് Hallelujah, 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 സൈന്യവുമാ
മേഘാരൂഢനായി മേഘാരൂഢനായി വരുന്നിതാ വിരവിൽ തന്റെ പ്രിയരെ ചേർപ്പാൻ തൻ പ്രിയ സുധരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹ. കോടാകോടി കോടാകോടി തൻ ദൂത സൈന്യവുമായി മേഘാരൂഢനായി വരുന്നിതാ വിരവിൽ. ഹല്ലേലൂയ. തൻ പ്രിയ സുതരെ തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹ. ചേർന്ന് പാടിയട്ടെ. ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. നീ പരിശുദ്ധൻ, നീ സ്തുതിക്ക് യോഗ്യൻ, നീ ആരാധനയ്ക്ക് യോഗ്യൻ, നീ 10,000-ങ്ങളിൽ സുന്ദരൻ. അങ്ങേ പോലൊരു ദൈവമില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറക്കണ കർത്താവേ. എല്ലാ നിരാശകൾ മാറട്ടെ, കുറ്റബോധങ്ങൾ മാറട്ടെ, എല്ലാ ഇരുട്ടുകൾ മാറട്ടെ കർത്താവേ. നിന്റെ തേജസ്സിന് എല്ലാവരും നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മന്ത്രിയാം ദൈവം, നിത്യനാഥൻ, നിത്യനാഥനാം വീരനാം ദൈവം, അവൻ ഉന്നത ദേവൻ, ഉന്നത ദേവൻ, നീതിയിൽ സൂര്യൻ, രാജാതിരാജനാം മശിഹ. അവൻ അത്ഭുത മന്ത്രി, അവൻ അത്ഭുത, ഇന്നും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ കഴിയുന്ന കർത്താവ്, നിത്യനാഥനാം വീരനാം ദൈവം, 10,000-ങ്ങളിൽ സുന്ദരൻ, ഉന്നത ദേവൻ, നീതിയിൽ സൂര്യൻ, രാജാതിരാജനാം മശിഹ. ചേർന്ന് പാടിയട്ടെ. കർത്താവേ, അങ്ങയുടെ മഹത്വമുള്ള നാമത്തെ ഞങ്ങൾ ഉയർത്തുന്ന കർത്താവേ. കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവേ, നിന്റെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തല്ലോ, നിന്റെ രക്തത്താൽ ഞങ്ങളെ നീതീകരിച്ചല്ലോ, ഞങ്ങളെ നീതിമാരായി പ്രഖ്യാപിച്ചല്ലോ കർത്താവേ. അങ്ങയുടെ വരവിന് വേണ്ടി കർത്താവേ മണവാട്ടി ഒരുങ്ങുവാൻ തക്കവണ്ണം ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഭക്ഷണത്തിനുള്ള വിശപ്പല്ല, വെള്ളത്തിനുള്ള ദാഹവുമല്ല, എന്റെ വചനത്തിനോടുള്ള വലിയ ദാഹത്തെ ഞാൻ അയക്കുന്നതിൽ ചെയ്ത കർത്താവേ, ഈ നാളുകളിൽ കർത്താവേ അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നന്ദി കർത്താവേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. സ്വർഗപിതാവേ, നിങ്ങളുടെ വരവെങ്കിൽ ഞങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകാൻ ഇടവരുത്താതെ സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനത്തിന്റെ അനുസരണത്തിൽ കൂടി കർത്താവേ, ഞങ്ങളുടെ ശിഷ്ടജീവിതം ഭയത്തോടും വിറയലോടും കൂടെ ജീവിപ്പാൻ ഞങ്ങളെല്ലാവരും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആത്മാവിനെ അളവ് കൂടാതെ പകരുന്ന ദൈവമേ, നിന്റെ ആത്മാവിന്റെ അഭിഷേകത്താൽ എല്ലാവരും നിറയ്ക്കണം കർത്താവേ. ഈ നാളുകളിൽ ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് അരുൾ ചെയ്ത ദൈവമേ, അങ്ങയുടെ മഹത്വം ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളുടെ കുടുംബജീവിതത്തിൽ കൂടി, വ്യക്തി ജീവിതത്തിൽ കൂടി വെളിപ്പെടുത്തുവാൻ എന്നെ സഹായിക്കണം കർത്താവേ. കുറവുകളുണ്ട് കർത്താവേ, കുറവുകളില്ലാത്ത നിന്നിലേക്ക് നോക്കുന്നു. നിന്നിലേക്ക് നോക്കി ആരും ലജ്ജിച്ചു പോയിട്ടില്ലല്ലോ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. എല്ലാവരും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ.